ദ്രോഹിക്കും. അമ്പലത്തിൽ പോകുന്നതിന് നേരിയത് പുതച്ചു. അത് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. മാല ഇട്ടു, അതിനകത്ത് എന്തെല്ലാമോ തൂങ്ങി. ഇതിൻ്റെ ഒന്നും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും അറിയാതെ എൻ്റെ വിശ്വാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ ആചാരമായിട്ട് ഞാൻ ചെയ്തോട്ടെ അല്ലേ? അതിനുടനെ മഹാരാജാവിനെ പോലെ എൻ്റെ ഒരു റൈറ്റ്സ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വേറൊരാളെ ദ്രോഹിക്കരുത്, അത്രയേ ഉള്ളൂ. ആരെയാണ് ദ്രോഹിക്കുന്നത്? അയ്യോ, സുരേഷ് ഗോപി ചേട്ടനെ അറിഞ്ഞൂടെ? BJP നേതാക്കൾ അമ്പലത്തിൽ നേരിയതെടുത്ത് പോയാൽ മാത്രമേ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രനോ നമ്മുടെ പഴയ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ട്, ഇങ്ങനെ ഫുള്ളിങ്ങനെ കൃതാവൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിയോ അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കളോ, ഇവരാരും പോയി കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഇല്ല. അവർക്ക് വെറും സാധാരണ മണിയേ ഉള്ളൂ. ബ്രാഹ്മണിക്കൽ ഹെജിമണി കിട്ടണമെങ്കിൽ BJP-കാരുടെ ആരെങ്കിലും പോകണം. ഇല്ലെങ്കിൽ താങ്കളെ പോലെ നാട്ടുകാരെ എപ്പോഴും സഹായിക്കണം, നാട്ടുകാർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന, ജനങ്ങൾക്ക് 10 രൂപയുടെ സഹായം എങ്ങനെ കൊടുക്കാം, MP ഫണ്ട് തീർന്നാൽ അവരെ എങ്ങനെ സഹായിക്കാം, രോഗം വന്ന് കിടക്കുന്നവരെ എങ്ങനെ സഹായിക്കാം, ജപ്തിയാക്കപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം, ജപ്തി ചെയ്ത് പെരുവഴിയിലായിപ്പോയവർക്ക് പുതിയ വീട് എങ്ങനെ വെച്ചു കൊടുക്കുക എന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നടക്കണം. നിങ്ങളെപ്പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി ബാധിച്ച ആൾക്കാർ പോയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ. പക്ഷേ ക്ഷേത്രത്തിന്റെ കട്ടളയിലും ജനലിലും ഇരിക്കുന്ന സ്വർണത്തിനോട് ഇവർക്ക് ആർക്കും യാതൊരു ഹെജിമണിയും ഇല്ല. അവിടെ കിട്ടുന്ന മണിയുടെ കുടുക്കൻ വരെ ഇവർ അടിച്ചുകൊണ്ട് പോകും. ഇനിയെങ്കിലും ഭക്തർ മനസ്സിലാക്കുക, നിങ്ങൾ കൊണ്ട് പൈസ ഇട്ടിട്ട് വേണ്ട ഭഗവാന് കഴിഞ്ഞുകൂടാൻ. ഇതുപോലെ നിങ്ങൾ കൊണ്ട് ഓരോ രൂപയും അവിടെ ഇടുന്നതും ഓരോ ഹെജിമണിയായിട്ട് ഈ കുട്ടന്മാർ അടിച്ചുകൊണ്ട് പോകുമെന്നല്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും നമ്മുടെ സ്വന്തമല്ല. അവിടെ ഇരിക്കുന്ന മൂർത്തി മാത്രമാണ് നമ്മുടേത് എന്ന് മനസ്സിലാക്കുക. സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതല്ലേ? നിങ്ങളെ കൊള്ളാൻ മനുഷ്യ, അതാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആൾക്കാരെ സഹായിക്കും. എവിടെയെങ്കിലും ജപ്തിയൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചെല്ലും, പൈസ കൊടുക്കും, ആൾക്കാരെ സഹായിക്കും. നിങ്ങളുടെ മോളുടെ ഫൗണ്ടേഷൻ നിങ്ങൾ ഒരുപാട് പണം കൊടുക്കും. പിന്നെ ഈ വേദിയിൽ കയറി ഇരുന്നിട്ടുള്ള ഈ സ്ഥലകാല ബോധം ഇല്ലാതെ കുട്ടികൾ ഇരിക്കുന്ന വേദിയാണോ, മുതിർന്നവർ ഇരിക്കുന്ന വേദിയാണോ, പാർട്ടി സമ്മേളനമാണോ എന്ന് പോലും മനസ്സിലാക്കാതെ ഈ വർഗീയ വിഷം തുപ്പുന്ന കുറെ ഊളകളുണ്ടല്ലോ. വർഗീയ വിഷം തുപ്പാൻ നടക്കുന്ന ചില മഹോന്നതന്മാരുണ്ട്. ആ ഗണത്തിൽ നിങ്ങൾ പെടില്ല. നിങ്ങൾ മാന്യമായിട്ട് അവിടെ ഇടപെടും. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കയറി ചൊറിയണവന്മാർക്ക് നിങ്ങൾ നല്ല ചുട്ട മറുപടി കൊടുക്കും. അതാണ് പ്രശ്നം. ഇവിടെ ഉള്ളവന്മാർക്ക് നട്ടലുള്ള ആമ്പിള്ളാരോട് ഒരു പ്രത്യേകം ചൊറിച്ചില്ല. ആ ചൊറിച്ചിലാണ് സുരേഷ് ഏട്ടനോട്.